ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മഗ്ദലേന മറിയത്തിൻ്റെ തിരുനാൾ. അനുതാപം എന്ന വാക്കിൻ്റെ പര്യായമാണ് മഗ്ദലേന. കർത്താവിൻ്റെ പാദം കഴുകി ചുംബിക്കുകയും ഏറ്റവും വിലപിടിപ്പുള്ള നറുതേൻ തൈലം കൊണ്ട് പാദം തുടയ്ക്കുകയും ചെയ്യുക വഴി വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മറ്റൊരു മുഖം വിശുദ്ധ മഗ്ദലേന മറിയത്തിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. വിലയേറിയ നറുതേൻ തൈലം വിറ്റ് അത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്ന യൂദാസിൻ്റെ ചോദ്യത്തിനു മുന്നിലും പതറാതെ ഉറച്ചുനിന്ന മഗ്ദലേനം കർത്താവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു. കല്ലെറിയാൻ വന്നവരുടെ മുന്നിൽ ഭയന്ന് വിറച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ സാഷ്ടാംഗം വീണുകിടന്ന അവൾ കേട്ടത് തന്നെ വിചാരണ ചെയ്യാൻ വന്നവരുടെ കയ്യിൽ നിന്നും വീഴുന്ന കല്ലുകളുടെ ശബ്ദമായിരുന്നു. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന കർത്താവിൻ്റെ വാക്കുകളായിരുന്നു അവരുടെ കൈകളിൽ നിന്നും കല്ലുകൾ താഴെ വീഴാൻ കാരണം. കർത്താവിൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും സാക്ഷിയായിരുന്നവളായിരുന്നു മഗ്ദലേന മറിയം. തൻ്റെ ഉദ്ധാന ദിവസം മറിയം എന്ന് പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നു. മഗ്ദലേന മറിയത്തിലൂടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സദ്വാർത്ത അപ്പോസ്തലന്മാരെ അറിയിക്കുക വഴി അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്നും മഗ്ദലേന മറിയത്തെ അറിയപ്പെടുന്നു. മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ട് പാപിനി എന്ന് സമൂഹം വിളിച്ച മഗ്ദലേന മറിയമാണ് നിരാശരായ ശിഷ്യഗണത്തിനു മുന്നിൽ ക്രിസ്തു ഉയർത്തു എന്ന സദ്വാർത്തയുമായി കടന്നു ചെല്ലുന്നത്. പാപിനിയിൽ നിന്നും പർദീസ മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്ന ഒരു ശിഷ്യയായി മാറാൻ ദൈവം അവളെ വിളിച്ചു. നമ്മുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലും മാറ്റി നിർത്തപ്പെട്ട ഒത്തിരി വ്യക്തികളുണ്ട്. ഒറ്റപ്പെടുത്തലുകളിലും തരം താഴ്ത്തലുകളിലും ദൈവം അവരെ ഉപകരണങ്ങളാക്കി മാറ്റും എന്ന വലിയ സന്ദേശമാണ് മഗ്ദലേന മറിയത്തിൻ്റെ ജീവിതം. നമുക്കും ഈ പാത പിന്തുടരാം. ആമേൻ.